പാകിസ്ഥാനുമായുള്ള ചൈനയുടെ കാര്യരുമ്പോളം ദൃഢമായ സൗഹൃദം യഥാർത്ഥമാണ്. പക്ഷേ ഇസ്ലാമാബാദിന്റെ ഭീകര അജണ്ടയ്ക്ക് പരസ്യമായി പിന്തുണ നൽകി ബെയ്ജിംഗ് ഒരിക്കലും ഇന്ത്യയുമായുള്ള അതിന്റെ വളർന്നുവരുന്ന ബന്ധങ്ങൾ, പ്രത്യേകിച്ച് വ്യാപാരത്തെ അപകടത്തിലാക്കില്ല. പിന്നിൽ വ്യക്തമായ നിരവധി കാരണങ്ങളുണ്ട്. കാശ്മീരിലുണ്ടായ ഭീകരാക്രമണത്തെ തുടർന്നുള്ള ഇന്ത്യൻ സൈന്യത്തിന്റെ തിരിച്ചടിയിലൂടെ പാകിസ്ഥാൻ ഭരണകൂടത്തെ വെടിനിർത്തൽ തേടാൻ ഇന്ത്യ നിർബന്ധിതരാക്കി. ഇന്ത്യ ഒരു കാരണവശാലും ആണവ ഭീഷണികൾ സഹിക്കില്ല എന്ന മോദിയുടെ പ്രഖ്യാപനവും ഭീകരതയ്ക്കെതിരായ യുദ്ധത്തിൽ ഇന്ത്യയുടെ ശക്തമായ പ്രതികരണവും മാത്രം ലോകം ഉറ്റുനോക്കിയ ദിവസങ്ങളായിരുന്നു കടന്നുപോയത്. പിന്നാലെ ലോക ശ്രദ്ധ തിരിഞ്ഞത് ചൈനയിലേക്കായിരുന്നു. ചർച്ച ചെയ്യപ്പെടുന്ന ചോദ്യം ഇതാണ്: ഇസ്ലാമാബാദിന്റെ ഏറ്റവും ഉറച്ച സഖ്യകക്ഷിയായ ചൈന പാകിസ്ഥാന്റെ കടുത്ത തന്ത്രങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുമോ എന്നത്. ഉത്തരം ഇതാണ്: ഇല്ല. സമീപകാല സംഭവങ്ങൾ വെളിപ്പെടുത്തുന്നതും അതുതന്നെയാണ്. പാകിസ്ഥാനുമായുള്ള ചൈനയുടെ ബന്ധത്തെ പലപ്പോഴും അയൺക്ലാഡ്, ഇരുമ്പ് ചീട്ട് എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. ശീതയുദ്ധ വൈരാഗ്യങ്ങളുടെ മൂർച്ചയുള്ള അടിത്തറയിൽ കെട്ടിച്ചമച്ചതും അതുപോലെ ബെൽറ്റ് ആൻഡ് റോഡ് ഇൻവെസ്റ്റ്മെന്റ്സിലെ കോടിക്കണക്കിന് ഡോളറുകളിൽ ഉറച്ചതുമാണ് ചൈന പാക് ബന്ധം. ചിലർ BRIയെ പാകിസ്ഥാനിൽ ചൈനയുടെ ദീർഘകാല കളിയായി കാണുന്നുണ്ട്. എന്നാൽ മറ്റു ചിലർ പാകിസ്ഥാനിലെ അസ്ഥിരതയ്ക്ക് കാരണമാകുന്ന ഒരു ഘടകമായും പിന്നെ ബെയ്ജിംഗ് സ്വന്തമായി കുഴിച്ച കുഴിയായും ഇതിനെ കാണുന്നുണ്ട്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇന്ത്യക്കെതിരായ പാകിസ്ഥാന്റെ ഭീകരതയുമായി ബന്ധപ്പെട്ട പ്രകോപനങ്ങളെ പരസ്യമായി പിന്തുണയ്ക്കുന്ന കാര്യത്തിൽ ബെയ്ജിംഗ് വ്യക്തമായ സംയമനം പാലിക്കുന്നുണ്ട്. ചൈനയുടെ ഈ കാലിബ്രേറ്റഡ് സമീപനത്തിൽ ചില കാര്യങ്ങളുമുണ്ട്. ആദ്യം ഇന്ത്യയുമായുള്ള സാമ്പത്തിക ഓഹരികളാണ്. വാർഷിക ഉഭയകക്ഷി വ്യാപാരം $140 ബില്യൺ അടുത്താണ്. ഇന്ത്യയെ എതിർക്കുന്നതിലൂടെ ചൈനയ്ക്ക് നേട്ടത്തെക്കാൾ വളരെയധികം നഷ്ടമാവും ഉണ്ടാകുന്നത്. ന്യൂഡൽഹി ഒരു സുപ്രധാന കയറ്റുമതി വിപണി മാത്രമല്ല, ആഗോള ഉൽപാദനത്തിലെ ഒരു പ്രധാന കേന്ദ്രം കൂടെയാണ്. ഏതൊരു തടസ്സവും രണ്ട് സമ്പദ് വ്യവസ്ഥകളിലും പ്രതിഫലിക്കും. പ്രത്യേകിച്ചും ചൈനീസ് സാങ്കേതിക വിദ്യയ്ക്കും നിക്ഷേപത്തിനും. ഉപഭോക്തൃ ഇനങ്ങൾ മുതൽ തന്ത്രപരമായ ഉൽപ്പന്നങ്ങൾ വരെ ആഗോള നിർമ്മാതാക്കൾക്ക് ഇന്ത്യ ഏറ്റവും വലിയ വളർന്നു വരുന്ന വിപണിയാണ്. ഇനി രണ്ടാമതായി അതിർത്തിയിലെ സ്ഥിരതയാണ്. അത് വളരെ പ്രധാനവുമാണ്. 2020 ഗാൽവാൻ താഴ്വരയിലെ ഏറ്റുമുട്ടലുകൾക്ക് ശേഷം ഇരു രാജ്യങ്ങളും, അതായത് ഇന്ത്യയും ചൈനയും, തർക്കമുള്ള അതിർത്തികളിൽ സംഘർഷം ലഘൂകരിക്കുന്നതിന് പ്രവർത്തിച്ചിട്ടുണ്ട്. പാകിസ്ഥാന്റെ ഭീകര അജണ്ടയെ നേരിട്ട് പിന്തുണയ്ക്കുന്നതിലൂടെ ഈ ഒരു ചെറിയ പുരോഗതിയെ തൽക്ഷണം നശിപ്പിക്കും. ഇത് ലഡാക്കിലോ അരുണാചൽ പ്രദേശിലോ പുതിയ ഏറ്റുമുട്ടലുകൾക്ക് കാരണമാകാനും സാധ്യതയുണ്ട്. ഗാൽവാൻ ഏറ്റുമുട്ടലിന്റെ അനന്തരഫലമായി ചൈനീസ് ആപ്പുകൾക്കെതിരെ നിരവധി നിരോധന ഉത്തരവുകൾ പുറപ്പെടുവിച്ചുകൊണ്ട് ഇന്ത്യ ചൈനയുടെ സമ്പദ് വ്യവസ്ഥയെ അനുകൂലിച്ചിരുന്നു. ഇന്ത്യയുടെ നടപടി ലോകത്തിന്റെ മറ്റു ഭാഗങ്ങൾക്ക് അനുകരിക്കാനുള്ള ഒരു മാതൃകയും കാഴ്ചവെച്ചു. അതുകൊണ്ട് തന്നെ ചൈന ഒരു പുതിയ ദുർബലമായ മുന്നണിയെ അപകടത്തിലാക്കാൻ സാധ്യതയില്ല. അടുത്തത് ഗ്ലോബൽ സൗത്തിലെ ലീഡർഷിപ്പാണ്. സംഘർഷത്തെക്കാൾ സ്ഥിരതയ്ക്കും വികസനത്തിനും മുൻഗണന നൽകുന്ന ഒരു കൂട്ടായ്മ ഗ്ലോബൽ സൗത്തിനെ നയിക്കാൻ ചൈന ആഗ്രഹിക്കുന്നുണ്ട്. പാകിസ്ഥാന്റെ അതിർത്തി കടന്നുള്ള ഭീകരതയെ പരസ്യമായി പ്രോത്സാഹിപ്പിക്കുന്നത് ഉത്തരവാദിത്തമുള്ള ഒരു ശക്തി എന്ന നിലയിൽ ബെയ്ജിംഗിന്റെ പ്രതിച്ഛായ തകർക്കുകയും ചൈന സമീപിക്കാൻ ആഗ്രഹിക്കുന്ന വളർന്നു വരുന്ന സമ്പദ് വ്യവസ്ഥകളെ അവരിൽ നിന്ന് അകറ്റുകയും ചെയ്യും. ഇനി പ്രാദേശിക കുഴപ്പങ്ങൾ ഒഴിവാക്കുക എന്ന ബുദ്ധിപരമായ നീക്കമാണ്. പൂർണ്ണമായ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ചൈനയുടെ മുൻനിര ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതികൾക്ക്, പ്രത്യേകിച്ച് ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴിക്ക് CPECക്ക് ഭീഷണിയാകും. കൂടാതെ US പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപിന്റെ രണ്ടാം ടേമിൽ നിന്ന് ചൈന ഒരു വലിയ വെല്ലുവിളി നേരിടുന്നുണ്ട്. അനിശ്ചിതത്വമുള്ള US നയഘടന എന്നാൽ ചൈനീസ് സമ്പദ് വ്യവസ്ഥയ്ക്ക് കൂടുതൽ അപകട സാധ്യതകൾ എന്നാണ് അർത്ഥം. അപ്പോൾ ചൈന അങ്ങനെ ഒരു റിസ്ക്കും എടുക്കില്ല എന്ന് ചുരുക്കം. ഇനി തന്ത്രപരമായ വഴിതിരിച്ചുവിടൽ ആണ്, അല്ലാതെ ഒരു നേരിട്ടുള്ള ഏറ്റുമുട്ടൽ അല്ല ചൈന നടത്തിയത്. അതായത് ഭീകര പ്രവർത്തനങ്ങളിൽ നേരിട്ട് ഇടപെടുന്നതിന് പകരം പാകിസ്ഥാനുള്ള ആയുധ വിൽപ്പനയിലൂടെയും അതുപോലെ നയതന്ത്ര പിന്തുണയിലൂടെയും ഇന്ത്യയുടെ ശ്രദ്ധ തന്ത്രപരമായി തിരിക്കാനാണ് ചൈന ഇഷ്ടപ്പെടുന്നത്. സംഘർഷത്തിന് കാരണമായേക്കാവുന്ന റെഡ് ലൈൻസ് ക്രോസ് ചെയ്യാതെ സേഫായ സമീപനമാണ് ചൈന ഇവിടെ സ്വീകരിച്ചത്. പാകിസ്ഥാന് രാജ്യങ്ങളുടെ നിശബ്ദ പിന്തുണയെക്കുറിച്ച് ഇന്ത്യ ഉഭയകക്ഷി ഇടപെടലുകളിലും ബഹുരാഷ്ട്ര വേദികളിലും ശബ്ദമുയർത്തുന്നതോടെ പാകിസ്ഥാൻ സൈന്യവുമായി ആഴത്തിലുള്ള ബന്ധമുള്ള ഭീകര സംഘടനകളിലേക്ക് ഫണ്ട് ഒഴുകുകയും ചെയ്യും. അടുത്തത് ഡിപ്ലോമാറ്റിക് ഡിനയൽ, അതായത് നയതന്ത്ര നിഷേധം. ചൈനയുടെ പ്രസ്താവനകളിൽ ചൈന പാകിസ്ഥാന് പിന്നിൽ നിന്ന് പിന്തുണ നൽകുന്നതിനൊപ്പം സമാധാനത്തിനുള്ള ഔദ്യോഗിക ആഹ്വാനങ്ങളും നടത്തിയിട്ടുണ്ട്. പൊതുവായി ഭീകരതയെ അപലപിച്ചുകൊണ്ടും പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഗ്രൂപ്പുകൾക്കെതിരായ UN ഉപരോധങ്ങൾ തടയുന്നതിലൂടെയും ചൈന നയതന്ത്രപരമായാണ് നീങ്ങുന്നത്. ഇനി US ഫാക്ടറാണ്. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള പ്രതിരോധ ബന്ധങ്ങൾ, പ്രത്യേകിച്ച് ക്വാഡ് വഴിയുള്ള ബന്ധം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ചൈന ജാഗ്രത പാലിക്കുന്നു. പാകിസ്ഥാന്റെ തീവ്രവാദ അജണ്ടയ്ക്കുള്ള ഏതൊരു പരസ്യമായ പിന്തുണയും ഇന്ത്യയുടെ തന്ത്രപരമായ പുനഃക്രമീകരണത്തെ ത്വരിതപ്പെടുത്തും. പാകിസ്ഥാന്റെ ഭീകരബന്ധങ്ങളെയും അതുപോലെ പാകിസ്ഥാനെ പരസ്യമായും രഹസ്യമായും പിന്തുണയ്ക്കുന്നവരെയും തുറന്നു കാട്ടുന്നതിനായി ഇന്ത്യ ഇതിനകം തന്നെ വലിയ ആഗോള നയതന്ത്ര നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. പാകിസ്ഥാന്റെ ഭീകര പിന്തുണ പതിറ്റാണ്ടുകളായി മറ്റ് ഏജൻസികൾക്കും സർക്കാരുകൾക്കും അറിയാമെന്ന് US ഇപ്പോൾ പരസ്യമായി സമ്മതിച്ചു തുടങ്ങിയിരിക്കുന്നു. ജൂലൈ മാസത്തോടെ ഒരു ഇന്ത്യ-US ഉഭയകക്ഷി വ്യാപാര കരാർ കൂടുതൽ ദൃഢമായ ഇൻഡോ അമേരിക്കൻ ബന്ധം ഉറപ്പിക്കുമെന്നും ഇത് ചൈനയെ കൂടുതൽ പ്രതികൂലമായി ബാധിക്കുമെന്നും ചൈനയ്ക്ക് മനസ്സിലായി.
ചുരുക്കത്തിൽ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ ചൈനയുടെ സമീപനം തന്ത്രപരമായി അവ്യക്തമാണ്. പരസ്യമായി സംയമനം പാലിക്കാൻ ആവശ്യപ്പെടുമ്പോൾ തന്നെ നിശബ്ദമായി പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുക, അതുവഴി സന്തുലിതാവസ്ഥയെ പൂർണ്ണമായും തകർക്കാതിരിക്കുക. അപ്പോൾ കണക്കുകൂട്ടൽ വ്യക്തമാണ്. ഇന്ത്യയുമായുള്ള സാമ്പത്തിക നയതന്ത്ര ബന്ധത്തെ ബീജിംഗ് വളരെയധികം വിലമതിക്കുന്നുണ്ട്. ഇസ്ലാമാബാദിന്റെ കൂടുതൽ തീവ്രമായ അഭിലാഷങ്ങൾക്ക് വേണ്ടി ചൈന അത് അപകടത്തിലാക്കാൻ ശ്രമിക്കില്ല എന്നാണ് കാര്യം. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷങ്ങൾ തിളച്ചുമറിയുകയും ദക്ഷിണേഷ്യയെ ചൂടുപിടിപ്പിക്കുകയും ചെയ്യുമ്പോൾ ചൈനയുടെ കൃത്യമായ ബാലൻസ്ഡ് ആയ നടപടി തന്നെ ഇനിയും തുടരാനാണ് സാധ്യത. ഈ അയൺക്ലാഡ് സൗഹൃദത്തെക്കുറിച്ചുള്ള സംസാരങ്ങൾക്കിടയിലും ചൈന പതിവ് പോലെ സ്വന്തം താല്പര്യങ്ങൾക്കാണ് മുൻഗണന നൽകുന്നത്. ഇപ്പോൾ ഇതിനർത്ഥം ഇന്ത്യയെ നൈസായിട്ട് വശത്ത് നിർത്തുക എന്നാണ്. ചൈന പാകിസ്ഥാനെതിരാവുകയും തങ്ങളുടെ ആഗോള ശക്തി അഭിലാഷങ്ങളെ അപകടപ്പെടുത്താതെ നീങ്ങാനും സാധ്യതയുണ്ട് എന്നാണ്. ചൈന ആയതുകൊണ്ട് കാര്യങ്ങൾ ഇനി കണ്ടു തന്നെ അറിയണം. എത്ര നാൾ സംഗതികൾ ഓടുമെന്ന് ഓടിയിട്ട് പറയാൻ പറ്റുമെന്ന് ചുരുക്കം.